ജമാഅത്തെ ഇസ്ലാമിയുമായി മുസ്ലിം സമുദായത്തിന് ഒട്ടനവധി വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇസ്ലാമിലെ അടിസ്ഥാന ആധാരമായ വിശുദ്ധ തൗഹീദിൽ പോലും ജമാഅത്തെ ഇസ്ലാമി മുസ്ലിമീങ്ങളോട് കലഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ ജനാധിപത്യവും മതേതര ഭരണകൂടവും ഒക്കെ ഈ ഇസ്ലാമിക തൗഹീദിന് വിരുദ്ധമാണെന്ന് ആക്ഷേപിക്കുകയും അതിനെയൊക്കെ ഫോളോ ചെയ്യുന്ന, അതിന് വിധേയപ്പെട്ട് രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിമീങ്ങളൊക്കെ തൗഹീദിന് പുറത്താണെന്ന് വാദിക്കുക പോലും ചെയ്യുന്ന ജമാഅത്തെ ഇസ്ലാമിയോട് അത് കാരണത്താൽ തന്നെ മുസ്ലിം സമുദായത്തിലെ വിവിധ സംഘടനകൾക്ക് ആദർശപരമായി വിയോജിക്കേണ്ടി വരികയും അവരെ വിമർശിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ആ വിമർശനങ്ങളൊക്കെ നിരന്തരമായി മുസ്ലിം സമുദായം ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ നടത്തുന്നുമുണ്ട്. എന്നാൽ അപ്പോഴെല്ലാം ഒന്നും അറിയില്ല, രാമനാരായണ എന്ന രീതിയിൽ കണ്ണടച്ചിരുട്ടാക്കാറുള്ള ജമാഅത്തെ ഇസ്ലാമിക്കാര് അവരുടെ സാമ്പത്തിക സ്രോതസ്സായ സക്കാത്ത് ഫണ്ടിൽ കൈവച്ചപ്പോ സകലമാന ആയുധങ്ങളും സംഭരിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. ആവനാഴിയിലെ അവസാനത്തെ അസ്ത്രവും എടുത്തുപയോഗിച്ച് വ്യക്തിഹത്യയും ആക്ഷേപങ്ങളും സാമുദായിക പണ്ഡിതന്മാരെ അവഹേളിക്കലുമൊക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ സക്കാത്ത് കമ്മിറ്റിയെ വെള്ളപൂശാനുള്ള പ്രമാണങ്ങളാണ് എന്ന വിധത്തിലാണ് ജമാഅത്തെ ഇസ്ലാമിക്കാര് എഴുന്നള്ളിച്ചു കൊണ്ടിരിക്കുന്നത്. നീർക്കോലി മുതൽ രാജവമ്പാല വരെ എന്ന് പറയും പോലെ ജമാഅത്തെ ഇസ്ലാമിയിലെ ഏഴാം കൂലികൾ മുതൽ അവരുടെ കൂട്ടത്തിലെ ഉന്നതരായ പുരോഹിതന്മാര് വരെ സക്കാത്ത് കമ്മിറ്റിയെ ന്യായീകരിക്കാൻ കളത്തിലിറങ്ങി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അക്കൂട്ടത്തിലെ ഇല്യാസ് മൗലവിയുടെ ചില ന്യായങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഞാൻ ചെറിയൊരു കണക്കൂട്ട് നോക്കുമ്പോൾ 91 ലക്ഷമാണ് ചാറ്റ് GPT പറഞ്ഞ പ്രകാരം കേരളത്തിലെ മുസ്ലിം ജനസംഖ്യ. 91 ലക്ഷം. അത് മനസ്സിലായി. ഏകദേശം ഒരു 91 ലക്ഷം മുസ്ലിമീങ്ങൾ കേരളത്തിലുണ്ട് എന്നത്. ഇനി ബാക്കി കണക്കൊന്ന് കേട്ടു നോക്കാം. 1 ലക്ഷം കൂട്ടുക. 1 ലക്ഷം മുസ്ലിങ്ങൾ 10 ലക്ഷം കൈവശമുള്ള ഉദ്യോഗസ്ഥന്മാരും കച്ചവടക്കാരുമാണെന്ന് കൂട്ടുക. അങ്ങനെ 91 ലക്ഷത്തിൽ 1 ലക്ഷം ആളുകൾക്ക് സക്കാത്ത് നിർബന്ധമാണ്. അങ്ങനെ ഒരാൾ 10 ലക്ഷത്തിൽ നിന്ന് സക്കാത്ത് കൊടുക്കുകയാണ്. ഏകദേശം 10 ലക്ഷം രൂപയിൽ നിന്ന് ഒരാൾ 25,000 രൂപ സക്കാത്തായി കൊടുക്കേണ്ടി വരും. അങ്ങനെ 1 ലക്ഷം ആളുകൾ 25,000 വെച്ച് സക്കാത്ത് കൊടുത്താൽ മൊത്തം എത്ര ഉണ്ടാകുമെന്ന അടുത്ത കണക്കൊന്നും കൂടി കേട്ടു നോക്കാം. അവരുടെ സക്കാത്ത് ഒരു വർഷത്തെ മാത്രം കണക്കൂട്ടുമ്പോൾ 2,500 കോടി ഉണ്ടാവും. അതെങ്ങനെയാ മൗലവി? 25,000 ഇൻറ്റു 1 ലക്ഷം കൂട്ടിയാൽ 250 കോടിയല്ലേ നമ്മുടെ നാട്ടിലോ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന കണക്ക്? അതെങ്ങനെയാണ് 2,500 കോടിയാകുക എന്നുള്ളത് എത്ര ആലോചിച്ചിട്ടും ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഈ ജാതി കണക്കുകൂട്ടലുകാരുടെ കയ്യിലൊക്കെയാണ് സക്കാത്തിന്റെ കാശ് കൊണ്ടുപോയി കൊടുക്കുന്നത്. 2,500 കോടി ഒരു വർഷത്തായി പറയുന്നത്. ഈ 2,500 കോടി എന്നത് ഒരുപക്ഷെ മൗലവിയുടെ സംസാരത്തിൽ വന്ന സ്ഖലിതമോ നാക്കുപ്പഴവോ അബദ്ധമോ ഒക്കെയായി നമുക്ക് പരിഗണിക്കാവുന്നതാണ്, സ്വാഭാവികമാണ്. പക്ഷെ അത് കേട്ടിരിക്കുന്ന വേറെ 1-2 ആളുകൾ അവിടെ ഉണ്ടല്ലോ, അത് അപ്പാടെ അവരും ചിന്തിക്കാതെ വിഴുങ്ങി എന്നത് മറ്റൊരു തമാശ. ഇനി അവർക്കും ഒരു അബദ്ധം പറ്റിയെന്ന് കൂട്ടുക. പിന്നെ എന്തിനാണ് ഇതൊക്കെ എടുത്തു പറയുന്നത് എന്നല്ലേ? മൗലവിമാര് ഇങ്ങനെ 2,500 കോടിയാണ് 25,000 ഇൻറ്റു 1 ലക്ഷം എന്ന് കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മൊബൈലിൽ വെച്ച് ഗുണിച്ചാൽ അതിനെതിരായി 250 കോടി കിട്ടിയാൽ വിശ്വസിക്കാത്ത പാമരന്മാരും അന്ധവിശ്വാസികളുമായ അണികൾ ജമാഅത്തെ ഇസ്ലാമിക്കാർക്കുണ്ട്. വെറുതെ പറയുന്നതല്ല. ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരനോട് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് കണക്ക് നിരത്തിയപ്പോ ഇയാൻ തന്റെ മൊബൈലിൽ ഇത് വെച്ച് ഗുണിച്ച് കണക്ക് കറക്റ്റായി 250 കോടി എന്ന് കിട്ടിയിട്ട് പോലും മൗലവി 2,500 കോടി എന്ന് കണക്ക് പറഞ്ഞതുകൊണ്ട് ഈ വിദ്വാൻ മൊബൈലിൽ 250 കണ്ടിട്ടും 2,500 കോടി എന്ന് തന്നെ വെച്ച് കണക്ക് അവതരിപ്പിച്ച് പറഞ്ഞ ആളുകളെ പരിഹസിക്കുന്ന വിരോധാഭാസം അണികളിൽ കാണുകയാണ്. അപ്പൊ എന്തൊക്കെ വന്നാലും ആരൊക്കെ പറഞ്ഞാലും പുരോഹിതന്മാർ എന്തു പറഞ്ഞോ അത് അപ്പാടെ ഒരു ചിന്തയുമില്ലാതെ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുന്ന തങ്ങളുടെ പുരോഹിതന്മാർ വിവരക്കേടുകളോ വിഡ്ഢിത്തങ്ങളോ പറയില്ല എന്ന അന്ധവിശ്വാസികളായ ഒരു പറ്റം അണികളുടെ ആൾക്കൂട്ടമാണ് ജമാഅത്തെ ഇസ്ലാമി എന്നതുകൊണ്ടാണ് അത് ഇങ്ങനെ തിരുത്തേണ്ടി വരുന്നത്. ഇതൊക്കെ വ്യവസ്ഥാപിതമായി വിതരണം ചെയ്ത കേരളത്തിന്റെ ഒരു അവസ്ഥ എന്തായിരിക്കും? ഇതൊക്കെ വ്യവസ്ഥാപിതമായി ഈ നാട്ടിൽ വിതരണം ചെയ്താൽ വളരെ സുമോഹനമായ സുരക്ഷിതമായ ഒരു സമുദായമായി നാട്ടിൽ മുസ്ലിം സമുദായം വളരുകയും വികസിക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമില്ല. സക്കാത്ത് വ്യവസ്ഥാപിതമായി വിതരണം ചെയ്യണമെന്നതിൽ ആർക്കാണ് തർക്കമുള്ളത്? പക്ഷെ ആ വ്യവസ്ഥ ഇസ്ലാമിക പ്രമാണങ്ങൾ വരച്ചു വച്ച വഴിയിലൂടെ ആകണം എന്നതാണ് സമുദായം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മഹല്ലത്തിലെ സമ്പന്നൻ തന്റെ സക്കാത്തിന്റെ വിഹിതം തന്റെ ചുറ്റുഭാഗങ്ങളിലെ
അർഹരായ പാവങ്ങളുടെ അടുക്കളയിൽ വളരെ ആദരവോടെ മാന്യമായി എത്തിച്ചു കൊടുത്ത് വർഷാവർഷം സമ്പന്നരെല്ലാം ഇങ്ങനെ സക്കാത്ത് അർഹരിലേക്ക് വിതരണം ചെയ്താൽ ഓരോ മഹല്ലുകളിലെയും മുസ്ലിമീങ്ങൾ സാമ്പത്തിക സുരക്ഷിതത്വമുള്ളവരാവും. അതുവഴി ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സമഗ്രമായ ഒരു സാമ്പത്തിക സുസ്ഥിരത സമുദായത്തിൽ സ്ഥിരപ്പെടുത്താനും സാധിക്കും. അതിലൊക്കെ ആർക്കാണ് ഇവിടെ തർക്കമുള്ളത്? എന്നാൽ ജമാഅത്തെ ഇസ്ലാമി വ്യവസ്ഥാപിതം എന്ന് പറഞ്ഞു കൊണ്ടുവരുന്ന കള്ളത്തരങ്ങളും കുതന്ത്രങ്ങളും സംഘടനാ പ്രവർത്തനങ്ങളുമാണ് സമുദായത്തിന്റെ മുമ്പിൽ വിമർശന വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി അതുമാത്രമല്ല, ഇത്തരം സക്കാത്തിന്റെ ഫണ്ടുകളൊന്നും സ്വീകരിക്കാതെ സക്കാത്തിന്റെ വഴിക്ക് വിട്ടുകൊണ്ട് ഉദാരമതികളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഈ സമുദായത്തിന്റെ വികാസങ്ങൾക്ക് വേണ്ടി, സമൂഹത്തിന്റെ വികാസങ്ങൾക്ക് വേണ്ടി, രാജ്യത്തിന്റെ നൂറുകൂട്ടം പിന്നോക്കാവസ്ഥകൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഇവിടെയുള്ള സുന്നത്തി ജമാഅത്തിന്റെ പണ്ഡിതന്മാർ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വത്തിൽ കീഴിലായി പ്രവർത്തിക്കുന്ന കേരള മുസ്ലിം ജമാഅത്തിന്റെയും SYSന്റെയും ഒക്കെ നേതൃത്വത്തിൽ ചിലവഴിക്കപ്പെടുന്ന കോടികൾ എത്രയുണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കാർ വിലയിരുത്തിയിട്ടുണ്ടോ? നിങ്ങൾ സക്കാത്തിന്റെ കാശ് വെച്ച് ഈ സമൂഹത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ മറികടക്കാനും അതിജയിക്കാനും കഴിയും വിധമുള്ള ഒട്ടനവധി വിപുലമായ ജീവകാരുണ്യ ആതുര പ്രവർത്തനങ്ങളാണ് അവരിവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അതുമാത്രമല്ല, അപ്പുറത്തെ സുന്നികളുടെ വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, KMCCയെ പോലെയുള്ള സംഘടനകളുടെ സേവന പ്രവർത്തനങ്ങൾ, ഇതൊക്കെ സക്കാത്ത് ഒട്ടുമേ നിയമവിരുദ്ധമായി മതവിരുദ്ധമായ വഴികളിൽ സ്വീകരിക്കാതെ ലക്ഷങ്ങളും കോടികളും ചെലവഴിച്ച് ഈ സമൂഹത്തിന്റെ വികാസങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ സക്കാത്ത് കമ്മിറ്റിയുടെ പേരിൽ സമുദായത്തിലെ സമ്പന്നരുടെ കാശ് കയ്യിൽ വെക്കുന്ന നിങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് അപേക്ഷിച്ചു നോക്കിയാൽ സീറോ ആണ് മൗദൂദികളെ. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വെറും സീറോയാണ്. എന്റെ കൂടെ ചേർത്ത് പറയേണ്ടതേ, സംഘടിത സംവിധാനങ്ങൾ വിശ്വാസയോഗ്യമായും കാര്യക്ഷമമായും ഇല്ലാത്തതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിക്കാരും ഇപ്പൊ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സംഘടിത സക്കാത്ത് കമ്മിറ്റി കാര്യക്ഷമമല്ല, സുതാര്യമല്ല, അല്ലെങ്കിൽ അത് സമൂഹത്തെ സ്വാധീനിക്കാൻ കഴിയാത്ത വിധം പരാജയമാണ് എന്നാണോ നിങ്ങളിവിടെ വട്ടത്തിലിരുന്ന് സമ്മതിച്ചു കൊണ്ടിരിക്കുന്നത്? മുസ്ലിം സമുദായത്തിൽ സക്കാത്ത് കൊടുക്കാൻ ബാധ്യതപ്പെട്ട ആളുകൾ സക്കാത്ത് കൊടുക്കുന്നില്ല കൃത്യമായി. അങ്ങനെ സമുദായത്തിൽ സക്കാത്ത് ബാധ്യതപ്പെട്ട ആളുകൾ നിർവഹിക്കാത്തവരുണ്ടെങ്കിൽ അവരെ ബോധവൽക്കരിച്ച് സക്കാത്ത് കൊടുക്കാൻ പ്രേരിപ്പിക്കുക എന്നതാണ് പ്രമാണവിധേയമായ പ്രവർത്തനങ്ങൾ. അതിനാണ് സമുദായം പ്രാധാന്യം കൊടുക്കേണ്ടത്. സുന്നത്തി ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അത് നിരന്തരമായി മുസ്ലിമീങ്ങളിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുമുണ്ട് എന്ന വലിയ അപകടം ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഇനി ഉത്ബോധനമല്ല, ഇങ്ങനെ ഇസ്ലാമിന്റെ കാര്യങ്ങളൊക്കെ സമുദായം നിർവഹിക്കാത്തതിന് കമ്മിറ്റികളാണ് പരിഹാരമെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരെ സക്കാത്ത് കൊടുക്കാത്തവർ മാത്രമല്ല സമുദായത്തിലുള്ളത്, നിസ്കരിക്കാത്തവരില്ലേ, നോമ്പെടുക്കാത്തവരില്ലേ? അതൊന്നും എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത്രത്തോളം പ്രശ്നമായി വരുന്നില്ല? അതെല്ലാം ഇസ്ലാം കാര്യത്തിലെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ തന്നെയല്ലേ? അങ്ങനെയുള്ള ആളുകൾ അത് നിർവഹിക്കാത്തതിന്റെ പേരിൽ അവരെ അതൊക്കെ നിർവഹിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏതെങ്കിലും നിസ്കാര കമ്മിറ്റിയോ ഹജ്ജ് കമ്മിറ്റിയോ ഉണ്ടാക്കാറുണ്ടോ? എന്തേ നിങ്ങൾക്ക് ഇവിടെ മാത്രം ഇത്ര താല്പര്യം? സക്കാത്ത് കൊടുത്തത് ശരിയാവില്ല എന്നുള്ള ചർച്ചയേക്കാൾ പ്രധാനം സക്കാത്ത് കൊടുത്തത് ശരിയാകുമോ ശരിയാവില്ല എന്നതിനേക്കാൾ പ്രധാനം മറ്റെന്താണ് മൗലവി? ഇസ്ലാമിലെ ഒരു ആരാധന പ്രമാണവിധേയമായി പടച്ചറബ് പറഞ്ഞതുപോലെ നിർവഹിക്കുക എന്നതിനാണ് പ്രധാനം. എങ്ങനെയെങ്കിലും നിർവഹിച്ചാൽ അത് റബ്ബിന്റെ അടുത്ത് സ്വീകാര്യമാവുകയില്ല. വൈലുല്ലിൽ മുസല്ലീൻ, നിസ്കാരക്കാർക്ക് നരകവും അല്ലാഹു തആല പറഞ്ഞു വെച്ചിട്ടുണ്ട്. അല്ലാഹു തആല പറഞ്ഞു വെച്ച അനുഷ്ഠാനങ്ങളെ, ഇബാദാത്തുകളെ അല്ല പറഞ്ഞതുപോലെ നിർവഹിക്കണം. എത്ര ലാഘവത്തോടുകൂടെയാണ് പുരോഹിതന്മാർ അത് വിളിച്ചു പറയുന്നത്. സ്വഹീഹായോ സ്വഹീഹായില്ലേ എന്നതിനേക്കാൾ പ്രധാനം കൊടുത്തോ കൊടുത്തില്ലേ എന്നതാണ്. എന്നാൽ പ്രധാനം സ്വഹീഹാകും വിധം കൊടുത്തോ കൊടുത്തില്ലേ എന്നതാണ്. അതിനാണ് മുസ്ലിമീങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടതും അതാണ് പ്രമാണം പഠിപ്പിക്കുന്ന സ്വീകാര്യോഗ്യമായ അള്ളാഹുവിനുള്ള വഴിപ്പെടലുകൾ. ഇത് പ്രേരിപ്പിക്കാനും പ്രചോദിപ്പിക്കാനും വ്യവസ്ഥാപിതമായി ശേഖരിച്ച് വിതരണം ചെയ്യാനുള്ള തന്റെ വ്യക്തിപരമായ അധ്വാനത്തിലൂടെ തന്നെ നടക്കണം എന്നതിന്റെ ഒരു പരിമിതി ഉള്ളത് കൊണ്ട് മാത്രം, വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ ഇതിനില്ലാത്തത് കൊണ്ട് മാത്രം സക്കാത്ത് എന്ന് പറയുന്നത് ഇവിടെ നടക്കുന്നില്ല. എന്തൊരു കുളൂസ മൗലവിമാരെ ഇതൊക്കെ! ഒരു സക്കാത്ത് കൊടുക്കാൻ ബാധ്യതപ്പെടും വിധമുള്ള സമ്പത്ത് ഒരാൾ സമ്പാദിച്ചിട്ട് അതിൽ നിന്നുള്ള സക്കാത്തിന്റെ വിഹിതം അർഹരിൽ എത്തിച്ചു കൊടുക്കാൻ മാത്രം അയാൾക്ക് സാധിക്കാതെ വരിക, അതിനൊരു പ്രത്യേക പരിമിതി ഉണ്ടാകുക എന്നതൊക്കെ എത്രത്തോളം വിരോധാഭാസമാണ്. ഇനി അങ്ങനെ ഉണ്ടെന്ന് വെക്കുക, അതിന് ഇസ്ലാം അംഗീകരിച്ച മാനദണ്ഡങ്ങൾ ഇവിടെ ഇല്ലേ? നിർണയമായൊരു വ്യക്തിയെ വക്കാലത്താക്കി അത് നിർവഹിച്ചുകൂടെ? അത്തരം കാര്യങ്ങൾ സമുദായത്തെ ബോധവൽക്കരിക്കുക എന്നതല്ലേ അതിനാവശ്യമായിട്ടുള്ളൂ. അതിനു പകരം സ്വഹീഹാണോ അല്ലേ എന്ന ഗൗരവപ്പെട്ട വിഷയത്തിന് പ്രാധാന്യം കൊടുക്കുക പോലും ചെയ്യാതെ അതിനല്ല പ്രാധാന്യമെന്ന് പച്ചക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ട് തീർത്തും പ്രമാണവിരുദ്ധമായ ഏടാകൂടങ്ങൾ ഉണ്ടാക്കുകയാണ്.